ഹലോ, നമസ്കാരം, ഗുഡ് ഈവനിങ്. കേരളത്തിന്റെ നമ്പർ 1 FM ക്ലബ് FM-ൽ ഇത് ലവ് ബൈറ്റ്സ്. കൂടെ മനസ്സ് നിറയെ പ്രണയവുമായി റീനു. തോരാതെ പെയ്യാം ഞാൻ, ശുഷ്കിച്ചാലും ശമിക്കാതെ, പിന്നെ ചിതറിയാലും അറുതിയില്ലാതെ. നീ കുളിർന്നിടുകിൽ, നീ തളിർത്തിടുകിൽ. അത്രമേൽ ഇഷ്ടമാണ് എനിക്ക് നിന്നെ, നിന്നെ മാത്രം. നിനക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യുമെന്ന്. പ്രണയിക്കുന്ന ആ ആൾക്ക് വേണ്ടി ഏതറ്റം വരെയും പോകാൻ മടിയില്ലാത്ത, പ്രണയം സർവസ്വവുമായി കരുതുന്ന എല്ലാവർക്കുമായി ക്ലബ് FM-ൽ ലവ് ബൈറ്റ്സ്. കൂടെ റീനു. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. ഞാൻ ജീവിതത്തിൽ ഇന്നേവരെ പ്രണയിച്ചിട്ടില്ല. എനിക്കൊരു പെൺകുട്ടിയോട് ഇഷ്ടം തോന്നിയിട്ടില്ല. കല്യാണം കഴിഞ്ഞ് ഞാൻ പ്രണയിക്കും എന്നൊക്കെ മുൻകൂർ ജാമ്യം എടുത്തിട്ട് ക്ലബ് FM-ലെ ലവ് ബൈറ്റ്സിൽ എന്റെ കൂടെ എത്തിയിരിക്കുന്നയാളുടെ പേരെന്താ? എന്തിനാ? രാഹുൽ മാധവ്. രാഹുൽ മാധവ് ഒരു വില്ലനാണെന്ന് ഞാൻ പറഞ്ഞാൽ എതിർക്കാൻ പറ്റുമോ? വില്ലനാണെന്നോ? ഓൺ സ്ക്രീൻ അതെ, വലിയ വില്ലനാ. ഓൺ സ്ക്രീൻ വില്ലനാണ്. അങ്ങനത്തെ ക്യാരക്ടേഴ്സ് പോർട്രേ ചെയ്യാൻ ഒത്തിരി താല്പര്യമുണ്ട് എനിക്ക്. കണ്ടുപിടിച്ചെടുക്കുന്നതാണോ? ബാങ്കോക്ക് സമ്മറിലും ഒരു വില്ലൻ ആയിരുന്നില്ലേ? ഞാൻ വില്ലൻ അല്ലായിരുന്നു, ഉണ്ണിയായിരുന്നു വില്ലൻ. നമ്മളന്ന് പ്രണയിച്ച് നടന്ന ഒരാളാണ്. അതെ 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 അതെ. എന്നിട്ടാണ് എന്നോട് പറഞ്ഞു എനിക്ക് പ്രണയം എന്താണെന്ന് അറിയത്തില്ല എന്ന്. പറ്റിക്കാൻ നോക്കണ്ട മോനെ. അതെ, ഫേസ്ബുക്കില് ക്ലബ് FM കോൺടെസ്റ്റ് പേജിൽ ഞാൻ ചോദിച്ചിരിക്കുന്ന ചോദ്യത്തിന് ഒരു ഉത്തരം തരണം. ആൻഡ് കേട്ടുകൊണ്ടിരിക്കണം ലവ് ബൈറ്റ്സ് വിത്ത് റീനു ആൻഡ് രാഹുൽ മാധവ്. ഇവിടെ മാത്രം ടൺ കണക്കിന് ലവ്, ടൺ കണക്കിന് റൊമാൻസ്. കള്ളങ്ങളാണ് ക്ലബ് FM-ലെ ലവ് ബൈറ്റ്സിൽ രാഹുൽ മാധവ് റീനുവിന്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നേ. രാഹുൽ, പ്രണയം എന്താന്ന് അറിയത്തില്ലെന്നോ? പ്രണയം എന്താന്ന് അറിയില്ല എന്നല്ല പറഞ്ഞേ. പ്രണയത്തിന്റെ കോൺസെപ്റ്റ് ഇത്തിരി, ഐ തിങ്ക് പ്രണയം എന്ന് പറയുന്നത്, പ്രണയം എന്താ? ലവ് ഇസ് സംതിങ് നോട്ട് നെസസറിലി ഫീലിംഗ് ദാറ്റ് യു. എൻ്റെ അടുത്ത് ഒരാൾ കഥ പറയാൻ വന്നു, ഒരു ഡയറക്ടർ കഥ പറഞ്ഞു. മൊത്തത്തിൽ ലാസ്റ്റ് പുള്ളിന്റെ കഥന്റെ ക്രക്സ് എന്താന്ന് വെച്ചാല്, പ്രണയം എന്ന് പറയുന്നത് ശരീരങ്ങളുടെ ഭാഷയാവരുത്, മനസ്സിന്റെ ഭാഷ ആയിരിക്കണം എന്ന് പറഞ്ഞു. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. മനസ്സിന്റെ ഭാഷ പ്രണയം. ഐ തിങ്ക് രണ്ട് മനസ്സുകൾ തമ്മിലുള്ള അടുപ്പമാണ് പ്രണയം. ഐ തിങ്ക് ഇൻ മൈ ഒപ്പീനിയൻ. ഈ മനസ്സുകൾ തമ്മിലുള്ള അടുപ്പെന്ന് പറയുമ്പോഴേ നമ്മൾ ഇതുവരെ അങ്ങനെ ഒരു മനസ്സിനെ കണ്ടുപിടിച്ചിട്ടില്ല. ഇല്ല. എന്നിട്ട് എന്താ കണ്ണിലാകെ കള്ളത്തരം? കണ്ണില് കള്ളത്തരം? പിന്നെ കംപ്ലീറ്റ് കള്ളത്തരാണ്. എവിടെ? കുറച്ചുകൂടെ കഴിയട്ടെ, ഞാൻ തെളിയിച്ചു തരാം. കേട്ടോണ്ടിരിക്കുന്നവരോട് ഞാനൊരു കാര്യം പറയട്ടെ. നിങ്ങൾക്ക് ഇങ്ങോട്ടൊരു മെസ്സേജ് അയക്കണോ? നമ്പർ 56070, ഫോർമാറ്റ് ക്ലബ് FM സ്പേസ് നിങ്ങളുടെ മെസ്സേജ്. ആൻഡ് കേട്ടുകൊണ്ടിരിക്കുക ലവ് ബൈറ്റ്സ് വിത്ത് റീനു ആൻഡ് രാഹുൽ മാധവ്, ടൺ കണക്കിന് റൊമാൻസ്. ക്ലബ് FM-ൽ ഇത് ലവ് ബൈറ്റ്സ് വിത്ത് റീനു ആൻഡ് രാഹുൽ മാധവ്. രാഹുൽ മാധവ് എന്ന് പറയുമ്പോൾ നമ്മുടെ ലിസമ്മയുടെ വീട്ടിലെ ആ ഗുണ്ടലുക്കുള്ള ആള് രാഹുൽ. സ്കൂളിൽ പോയ കാലം, LKG UKG നമ്മളങ്ങനെ പഠിച്ചല്ലോ. ഇപ്പൊ ഒരുപാട് സുന്ദര കുട്ടികളൊക്കെ കാണുമല്ലോ. താങ്കൾ സ്ക്രീനിലൊരു വില്ലനാണെങ്കിലും റിയൽ ലൈഫിലൊരു സുന്ദരനാണല്ലോ. ആണോ? ആണ്. താങ്ക് യു പറഞ്ഞേരെ. ഓക്കെ, വെൽക്കം. അപ്പൊ ഏതെങ്കിലും ഒരു കുട്ടിയോട് ഒരു ഇഷ്ടം, ഇൻഫാറ്റുവേഷൻ? ഏതെങ്കിലും ഒരു കുട്ടിയല്ല, കുറെ കുട്ടികളോട് ഇൻഫാക്ഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ഒത്തിരി ഷൈ ആയിരുന്നു. ഇപ്പൊ പെണ്ണുങ്ങളെ കണ്ട അപ്പം ഉള്ള സ്വിച്ചും എല്ലാം ഓഫ് ആവും. യു ഗെറ്റ് സ്റ്റക്ക്. ഐ കാൻ റിയലി സ്പീക്ക്. സംസാരിക്കാൻ പറ്റൂല, സ്റ്റാമർ ചെയ്യാൻ തുടങ്ങും, ബബ്ബ പഠിക്കാൻ തുടങ്ങും. സോ അതിനെക്കാട്ടും നല്ലത് ഓക്കെ, കാണാൻ മാത്രമേ ഉള്ളൂ അല്ലേ, ഇപ്പൊ സംസാരിക്കാൻ തുടങ്ങാൻ പോയി എന്ന് പറയുന്നത് എന്തിനാ നമ്മൾ അങ്ങനെ ഇംപ്രഷൻ കൊടുക്കുന്നത്? അരിസ്റ്റേവേ. അപ്പൊ നമ്മള് സൈലന്റ് ആയിട്ട് മാറി നിൽക്കും, ദൂരെ കാണും. പക്ഷെ അപ്പൊ പെൺകുട്ടികൾക്ക് ടേൺ ഓൺ. ഇത് നമുക്ക് അന്നറിയില്ലല്ലോ. പിന്നെ എന്നാ മനസ്സിലായേ? സത്യം എപ്പോഴും മനസ്സിലായില്ല. പെൺകുട്ടികൾക്ക് ഇഷ്ടമാണല്ലോ അധികം ഒന്നും ഇടപെടാതെ കുറച്ച് മാറി നിൽക്കുന്ന. കാണാൻ അത്യാവശ്യം നല്ലൊരു പയ്യനോട് താല്പര്യം തോന്നുമല്ലോ. അപ്പൊ ഒത്തിരി എണ്ണം കളഞ്ഞു. ലോസ്റ്റ് ലോട്ട് ഓഫ് ഗേൾസ് എന്ന് പറയുമ്പോഴത്തേക്കും പാസ്. എനിക്കറിയില്ല, പോയില്ലേ? എന്തായാലും ഇവിടെ നിന്ന് പോകുന്നതിന് മുന്നേ ഞാൻ കുറച്ചൊക്കെ പഠിപ്പിച്ചിട്ട് വിടാൻ കാര്യങ്ങൾ. കേട്ടുകൊണ്ടിരിക്കുക ലവ് ബൈറ്റ്സ് വിത്ത് റീനു ആൻഡ് രാഹുൽ മാധവ് ഫോർ ടൺ കണക്കിന് റൊമാൻസ്.